ഡാർലിംഗ് ഡാർലിംഗ് ഓ മൈ ഡാർലിംഗ് നീ എന്റെ ലഹരി നിന്റെ ലഹരി നിലറിയാൻ എനിക്ക് മോഹം ഡാർലിംഗ്. അപ്പനെ സമ്മതിച്ചു. സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. രണ്ട് വാക്ക് പറഞ്ഞ കേക്കട്ടെ. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? എങ്ങനെ ഇരിക്കുന്നു? I am starving. I am thirsty. ശൃംഗാരം ശൃംഗാരം. അച്ഛൻ ഇങ്ങനെ വരുമ്പോ അമ്മയ്ക്ക് ഒരു എക്സ്പ്രഷൻ അങ്ങനെയൊന്നുമില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഇല്ലാത്ത ഇന്ന് കുഴിമന്തി കഴിച്ചോ? കുഴിമന്തി കഴിച്ചില്ല. അപ്പൊ വേറെ എന്തെങ്കിലും വാങ്ങിത്തരാം. എന്നതാ ഇവൾക്ക് മരിച്ചു പോകുന്ന പേടിയാ. ടേക്കൊക്കെ പോവോ? ആ, അതൊക്കെ പോവാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ചേട്ടാ ശൃംഗാരം. ഇത് മറ്റേ അപ്പി കണ്ടോണായി പോയല്ല. ഹാസ്യം. എന്നിട്ട് ഹാസ്യം. ഇതല്ല അതിന് ചുണ്ടിങ്ങനെ രൗദ്രം. അതെന്താന്ന് പറ. രൗദ്രം അങ്ങനെ നാഗവല്ലി. വിടമാട്ടെ. അയോഗ്യനായ. അതൊന്നും എനിക്ക് ഏറ്റവും എന്റെ കുഞ്ഞുമോൾക്ക് എന്താവാനാണ് ശരിക്കും ആഗ്രഹം? ഫ്യൂച്ചറിന്റെ കാലത്ത് ഫ്യൂച്ചറിന് ഇഷ്ടമുള്ള ചെയ്തോളാം. അത് നമ്മളിപ്പൊ തന്നെ ആലോചിച്ച് കൂട്ടി കൂട്ടി അതിനെ വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തന്നെ ആവണ്ടേ? നമുക്ക് നമ്മുടേതായ ഓരോ ഇഷ്ടങ്ങൾ, നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ആവണം. ഈ പ്രായത്തിലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കൂലായിരുന്നു. നീ വേഗം വരുമോ, നീ വേദ്യം തരുമോ, നീ വേഗം വരുമോ, നീ വേദ്യം തരുമോ, ചുണ്ടിലെ ചുടി ചുംബനം നീ എനിക്കായി തരുമോ. ഡാർലിംഗ് ഓ മൈ ഡാർലിംഗ് നീ എന്റെ ലഹരി ഞാൻ എന്റെ ലഹരി. Ready, 1, 2, 3, 4. Bleaching Bappa, hey hey. Bleaching Bappa, hey hey. Mlana mlena klena plena pichi plochiko. Mlana mlena klena plena pichi plochiko. യാ 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 യേ. Ya 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 ye. Mlana plene plini plachi plachi plachiko. Mlana mlena klena plena plini plochiko. ചെയ്തില്ലേ? ഇനിയുണ്ടോ? അത് മറന്നുപോയി. ഞങ്ങളുടെ 100 എപ്പിസോഡിന്റെ ഉണ്ടാ. ആണോ? അപ്പൊ 264 ഇന്ന് ഇട്ടായിരുന്നത്. ഇന്ന് 264. ഓക്കെ ഞാൻ വെൽക്കം പറയട്ടെ. വെൽക്കം. ഓക്കെ, സോ എല്ലാവർക്കും നമ്മുടെ സൈന സൗത്ത് പ്ലസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. ഹായ്. എന്ത് എനർജിയാണോ നിങ്ങക്ക്? ഞാനൊരു ചെറുപ്പക്കാരനല്ലേ? അതാ നല്ലല്ലെങ്കിൽ ഞാൻ പറയൂല. അത് ഞങ്ങള് വരുമ്പോ ബൂസ്റ്റ് കഴിച്ചോണ്ട് ഈ ഒരു പരിപാടിക്ക് ഇത്രയും കാലം നമ്മൾ കാണുന്നവരൊക്കെ ആക്ച്വലി വിചാരിച്ചിരുന്നത് നമ്മുടെ ചേട്ടൻ റിയൽ ഫാദർ ആണ്, ചേട്ടൻ തന്നെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ശൈലയ്ക്ക് നമുക്ക് വരാം. ഈ കണ്ടന്റ് ഞാൻ അതാണ് ആലോചിക്കണത്. 3 മക്കളുണ്ട്. അപ്പൊ ഈ കണ്ടന്റ് ആക്ച്വലി ഏത് പിള്ളേരെ ഓരോ ചേഷ്ടകളൊക്കെ കാണുമ്പോൾ ചേട്ടാ ഓക്കെ ഇത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഏത് ആരെ കണ്ട കൂടുതല്? അല്ല അതല്ല ഓരോരുത്തരിൽ നിന്ന് കിട്ടാറുണ്ട് പുള്ളിക്ക്. അതിപ്പോ അവര് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ വെച്ചാലേ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവള് ഒരു മറ്റേ എന്തിട്ടാണ് JCB കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജീജോനോട് പറഞ്ഞു, ജീജോ ഇത് വെച്ചിട്ട് പറഞ്ഞ് ചെയ്യണല്ലോ നമുക്ക്. അപ്പൊ ജീജോ ഇങ്ങനെ നോക്കി ജഗദീഷ് നോക്കണവരെ ഇങ്ങനെ നല്ല നോട്ടം നോക്കി കഴിഞ്ഞു. ശരിയാണല്ലോ, ഇത് നമുക്ക് ചെയ്യും. ഇതിപ്പോ തന്നെയാണ് ചെയ്യാ. അപ്പൊ തന്നെ ക്യാമറ കൊണ്ടുവന്ന പുള്ളി. അപ്പൊ ഞാൻ പിള്ളേരോട് ചോദിക്കട്ടെ, എന്തെങ്കിലും അച്ഛനിങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോ ഇങ്ങനെ സജഷൻസ് കൊടുക്കാറുണ്ടോ? വെച്ചാ സ്ക്രിപ്റ്റ് ഒക്കെ ഓക്കെ, പക്ഷെ നമുക്കായിട്ടൊരു സജഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? അങ്ങനെ
അപ്പന്റെ തടസ്സമായിട്ട് നിക്കാറില്ല. അയ്യോ എന്തൊരു ഡീസന്റ്. ഭയങ്കര ബഹുമാനം. ഇത്ര നേരം അത് വരാൻ പോണുള്ളൂ വിളിച്ചാലും വലിയതാണേല്. മൈക്ക് കൊടുത്തപ്പോ ഒന്നും മിണ്ടാണ്ടിരുന്നത്. മര്യാദക്ക് ഉത്തരം പറഞ്ഞ കുഴപ്പമില്ല, ആൾക്കാര് കാണട്ടെ. അതല്ല, ഓക്കെ എന്താ? അതായത് അപ്പം പറയുന്ന, അതായത് അപ്പം പറയണ ചെയ്യാ, ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങോട്ട് പോവാ. അത് കഴിഞ്ഞാൽ നല്ല ചീത്തയും കിട്ടും. ആ ചീത്ത കിട്ടിയതിന് ശേഷം അപ്പനെ പിന്നെ തടസ്സമായിട്ട് നിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് അങ്ങ് പോവാ, അത്രേ ഉള്ളു കാര്യം. നമ്മളായിട്ട് കൂടുതൽ ഇടപെടരുത്. അങ്ങനെ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. പഠിക്കാറുണ്ടോ വീട്ടിലിപ്പോ ഇത്രയും കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ പഠിക്കാൻ അപ്പൊ സമയം കിട്ടും? അതൊക്കെ കിട്ടും. അതൊക്കെ കിട്ടും. അതൊക്കെ കിട്ടാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഇപ്പൊ ഒരു 4, 5, 10, 6 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ പറയും നീ ഒന്ന് മര്യാദക്ക് ചെയ്യും. 10 പ്രാവശ്യം ടേക്കൊക്കെ പോവോ? അതൊക്കെ പോവാറുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോ അപ്പറ നീ ഒന്ന് മര്യാദക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വാശിയോ ചെയ്തേ പറ്റുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ള ചെയ്ത് പോകും, തീർക്കും. അങ്ങനെ ചെയ്ത് തീർത്തതിന് ഡ്രസ്സൊക്കെ മാറി എല്ലാം ചെയ്ത് പഠിക്കേണ്ട ഇതല്ലേ ഉള്ളൂ. ഓ, പഠിക്കണ കാര്യം സിമ്പിൾ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആരും നന്നായി പഠിക്കുക? ഞാൻ. അതെന്താ ഇതിനുള്ള മാർക്ക് ചേച്ചിക്കാണോ? പക്ഷെ എപ്പോഴും വന്നപ്പോ തന്നെ ഫോൺ നോക്കിക്കണ്ട്. അതെ, നമുക്ക് മനസ്സിലാവൂ അല്ലേ? അതെ, താഴെ ഇംഗ്ലീഷ് ചെയ്തോ ഞാനും വന്ന് കാണും. അപ്പൊ ഫോൺ ആദ്യം വന്ന് ചേച്ചി ചേച്ചിയടുത്ത് പറഞ്ഞിട്ടുണ്ട് ആദ്യം സ്കൂളിൽ വിട്ട് വന്നതിന് ഫോൺ എടുക്കരുതെന്ന്. അതിനമ്മ പല പ്രാവശ്യം പറയല്ലേ, എന്നിട്ടും കേൾക്കില്ല. പരീക്ഷ ആയാലും ടെൻഷൻ ഇല്ലാത്ത ആളാണ് ഇവള്. പരീക്ഷ ആയാലും ഫോൺ നോക്കും. പരീക്ഷ ഫോൺ നോക്കും. ഫോണിലാണ് അപ്പൊ പുസ്തകം ഇരിക്കണേ? ഫോണിന്നായാലും ഇങ്ങനെ ഇപ്പൊ ഇവർക്കൊരു കഥാപുസ്തകം വേണം. കഥാപുസ്തകം വേണമെങ്കിൽ ഫോണില് ഗൂഗിളിൽ അതിന്റെ ഇതുണ്ടാവൂല, ഗൂഗിളിലായിട്ട് പുസ്തകത്തിന്റെ ഓരോ പേജുകൾ ഉണ്ടാവും, അതൊക്കെ വായിക്കും. പിന്നെ അവൾക്ക് ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും ഫോൺ നോക്കണേ. നിങ്ങൾക്കൊക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അത് 2 വാക്ക് പറഞ്ഞ കേക്കട്ടെ. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? എങ്ങനെ ഇരിക്കണം? ഇതിന് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയാ ഞാനും പഠിച്ചത്. വേറെ ഒരു വേർഡ് നമ്മുടെ കുഞ്ഞുമോള് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നല്ലോ. സ്റ്റാർവിംഗിലേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. നമ്മുടെ മുത്തശ്ശൻ ഒരു കിടിലം പാട്ട് മുത്തശ്ശൻ ആദ്യം എഴുതി ഈണമിട്ട 78 എഴുതിയ ആ കിടിലം പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പോവാണ്. റെഡി അല്ലേ? എല്ലാവരും ഡാൻസ് കളിക്കൂലേ? ഓക്കെ, തുടങ്ങാം. എല്ലാവരും റെഡിയല്ലേ? 3, 2, 1 ഗോ. ഡാർലിംഗ്, ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്, നീ എന്റെ ലഹരി, ഞാൻ നിന്റെ ലഹരി, നിന്നിലലിയാൻ എനിക്ക് മോഹം ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്, ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്, സുന്ദരി കോമോദിനി, സുന്ദരി കുമുദിനി, നീ എൻ കരളിലെ ദേവയാനി, നീ വേഗം വരുമോ, നീ വേദ്യം തരുമോ, നീ വേഗം വരുമോ, നീ വേദ്യം തരുമോ, ചുണ്ടിലെ ചുംബനം നീ എനിക്കായി തരുമോ, ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്, നീ എന്റെ ലഹരി, ഞാൻ നിന്റെ ലഹരി, നിന്നിലലിയാൻ എനിക്ക് മോഹം ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്. കുഞ്ഞുമോളിപ്പോ റീസെന്റ് ഒരു വീഡിയോയില് ഒരു വേർഡ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിരുന്നു. ഞാൻ വീട് വെച്ചാ എന്റെ കൈ കാലൊക്കെ വേദനിക്കട്ടെ, പക്ഷെ എന്റെ കൂട്ടുകാരടുത്ത് വീടോട് ചിരിച്ചു. ഞാൻ ഇവിടെയൊക്കെ പൊട്ടിട്ട് അപ്പനോട് പോയി പറഞ്ഞു. അത് മോളായിരുന്നോ പറഞ്ഞേ? ശരിക്കും ഞാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു അപ്പ ഞാൻ വീണു. അപ്പൊ അപ്പ നീ വീണാ നല്ലത്. അപ്പൊ അപ്പ എപ്പ വീണാലും ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം നല്ലത്. അല്ലെങ്കിൽ ഇപ്പൊ അപ്പന വീണു, ഓ വാട്ട്സ് എ സർപ്രൈസ്, അപ്പൊ ഞാൻ പറയും അപ്പൊ ഇത് മാത്രം ഒന്നും പറയാനുള്ള
അയ്യോന്നാണ് ഞാൻ പറഞ്ഞേ. വാട്സ് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ അയ്യോന്നാണ് ഞാൻ പറഞ്ഞത്. വാട്ട് എ സർപ്രൈസ്. അതല്ല, അപ്പൊ കുഞ്ഞുമോള് ഒരു വേർഡ് പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു വേർഡ്? ആ ചെറുക്കൻ വേണപ്പോ എനിക്ക് സമാധാനം. അല്ലല്ല, അതിന് പരിഗണന. പരിഗണന. ആ, അത് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. പറഞ്ഞേ ഉറക്കെ പറയ്. പരി. അതില് പറയാൻ കിട്ടുന്നില്ല. പരിഗണന. ഏറ്റവും എന്താ കുഞ്ഞുമോൾക്ക് എന്താവാനാണ് ശരിക്കും ആഗ്രഹം? എങ്ങനത്തെ ഒരു വ്യക്തി ആവാനാണ് ആഗ്രഹം? കേക്കട്ടെ. മണ്ടത്തരാവരുത്. ഫ്യൂച്ചറിന്റെ കാലത്ത് ഫ്യൂച്ചറിന് ഇഷ്ടമുള്ളത് ചെയ്തോളാം. അത് നമ്മളിപ്പൊ തന്നെ ആലോചിച്ച് കൂട്ടി കൂട്ടി അതിനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കിട്ടിയില്ലേ? ഇത് എവിടുന്ന് ഇത് ആര് പഠിപ്പിച്ചത്? അത് ഫ്യൂച്ചറിനോട് ചോദിച്ചു. ഓ, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ, മോൾക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇപ്പൊ അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മയുടെ ക്യാരക്ടർ ആണോ വെച്ചപ്പോ പകുതി അമ്മയാണ് പകുതി ഞാനാണെന്ന്. അമ്മയ്ക്ക് എന്താ പറയാ, ഇവരുടെ ഈ ആക്ടിവിറ്റീസ്, ഇവരുടെ നമ്മൾ തന്നെ ആവണ്ടേ? നമുക്ക് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങൾ, നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ആവണം. കുട്ടിയുടെ പോകുന്ന ഈ പ്രായത്തിലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കൂല. എത്ര സമയം എടുക്കും? ആരാണ് ഏറ്റവും കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പെട്ടെന്ന്? വര നിക്ക, സ്ക്രിപ്റ്റ് വായിക്കുക, ഇതാണ് ഡയലോഗ്. അപ്പോൾ അവർ പറയും ഓക്കെ. പക്ഷെ കാണാപ്പാടം പഠിക്കില്ല. അപ്പൊ ഇന്ന കാര്യം ചെയ്യാൻ പറയും. അതായത് ഇപ്പൊ അപ്പ പറയണേ ഈ ഡയലോഗ് നീ പറയണം. അപ്പൊ നമ്മൾ ആ പറയും തെറ്റിപ്പോന്നു, വീണ്ടും എടുക്കുന്നു. അങ്ങനെ അവസാനം ഒരു ഇത് തെറ്റാണ്ട് വരും. അതപ്പോ ഓക്കെ എന്ന് പറയുന്നു. പക്ഷെ അപ്പൊ ആ തെറ്റിയ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയില്ല. കാരണം എഡിറ്റ് ചെയ്യുമ്പോ ഏതാ നല്ലത് നോക്കി ഇങ്ങനെ എടുക്കാനായിട്ട്. പിള്ളേർക്ക് അല്ല, അത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളത്, ഇപ്പൊ ഞാൻ ഡബ് ചെയ്യുമ്പോഴും അതായത് പുള്ളി ആ ഡയലോഗ് പറയും. ആ ഒരു ഇതാണ് തപ്പിയെടുക്കുന്നത്. ഇങ്ങനെ എടുത്തെടുത്ത് പിന്നെ അത് പുള്ളി അത് കൂട്ടി യോജിപ്പിച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ബുദ്ധിമുട്ടില്ല. എഡിറ്റ് അല്ല മറ്റേ നമ്മള് ഡബ് ചെയ്യണതിന് ബുദ്ധിമുട്ടില്ല. ഒന്നെടുത്ത് അതിലെന്തെങ്കിലും ഒരു പറയാൻ പറയും, അല്ലല്ല അന്നും കൂടി പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിയുമ്പോ പറയും, പുള്ളിയോട് പറയും പോരാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എടുക്കട്ടെ. അപ്പൊ ആള് അത് വെച്ച് നോക്കിയിട്ട് അല്ല ഓക്കെ. അതാണ് ഇപ്പൊ വീഡിയോസിൽ ഡബിങ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കുഞ്ഞുമോളുടെ ഡബിങ് എങ്ങനെയാ? അതാണ് ചിലതൊക്കെ തെറ്റിപ്പോവും, അതന്നെ വീണ്ടും പറയും. അങ്ങനെ അപ്പൊ പറയും ഇത് ആദ്യം പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യുമ്പോ നമുക്ക് കിട്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ ടിവിയിൽ ഇങ്ങനെ നോക്കി നമ്മുടെ ലിപ്പിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പറയാൻ പറ്റണേ, അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ? അല്ല, നമ്മൾ അത് നോക്കി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഹെഡ്ഫോൺ വെച്ച് അത് ഓൺ ചെയ്യുന്നു, ആ ഡയലോഗ് കേൾക്കുന്നു, നമുക്കത് പറഞ്ഞു തരുന്നു, നമ്മളാ പറയുന്നു. ടി വി നോക്കണ്ട ആവശ്യമില്ല. നമ്മള് മൈക്കിന്റെ ചോട്ടിൽ നമ്മുടെ വായു അതല്ല, നമ്മള് ഇപ്പൊ പണ്ടത്തെ പോലല്ല. പണ്ട് എനിക്ക് ഞാൻ കാണുമ്പോ ഇത് നമ്മൾ ലിപ്പ് നോക്കിയിട്ടാണ് പറയണേ. ഇപ്പൊ ഇവരോട് ഞാൻ പറയും കണ്ണടച്ചെന്ന് പറയും. അതായത് ജസ്റ്റ് ഞാൻ പറയണ സാധനം അതേ മോഡുലേഷനിൽ പറഞ്ഞുതരാം. അപ്പൊ തോമസ് എന്നോട് അല്ലെങ്കിൽ ഞാൻ പറയും ഇത് നോക്കിയായിരുന്നു പറയും. ഞാൻ നോക്കാറില്ല. ഇപ്പൊ അത് നടക്കില്ല. നമ്മളെ ഇത് നോക്കി പറയുമ്പോ നമുക്ക് തപ്പ് വരും. ഇത് ആ സംഭാഷണം ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് പറയാം. അതായത് ഞാൻ ആ മോഡുലേഷൻ കറക്റ്റ് ആൾക്ക് ഇതാണ് സംഭവം. അപ്പൊ ആള് പറയുമ്പോ വേറെ ഇതിലാവണമെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് ആ മോഡുലേഷനിൽ പറയാൻ പറഞ്ഞാല് എനിക്ക് കറക്റ്റ് അവിടെ കൊണ്ട് സ്പേസ് ചെയ്യാം. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം അവിടെ വേറെ ഫേസ് ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്താൽ അപ്പൊ പിന്നെ വിഷയമില്ല. അതുകൊണ്ട് ഒരു അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. ഡബ് ചെയ്യുമ്പോ ചിലപ്പോ ഏറ്റക്കുറച്ചിലുണ്ടാവും, അത് അവിടെ കൊണ്ട് വേറെ. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ട് ചെയ്യുമ്പോഴും ആ ഡബ് ചെയ്യുന്ന അതേ ശബ്ദത്തിൽ ആക്കിയിട്ടേ ആള് ഷൂട്ട് ചെയ്യൂ. അല്ലാണ്ട് അപ്പൊ ഞാൻ പറയേ ഡബ് ചെയ്യുമ്പോ ശരിയാക്കിയ പോലെ അത് പറ്റില്ല. നമ്മൾ അതേ രീതിയിൽ തന്നെ പറഞ്ഞാലാണ് അവിടെ ഓർമ്മ വരുള്ളൂ. നമ്മളാ പറഞ്ഞത്. ഞാൻ അങ്ങനെ വന്നിട്ട് നമ്മൾ ഇത് വന്നിട്ട് ഇന്ന് ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ട് നാളെ ഷൂട്ട് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും, ഈ സംഭാഷണങ്ങൾ കുറെയൊക്കെ. അപ്പൊ അത് ഞാൻ പോണ വഴി വണ്ടിമൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇരുന്ന് പറയാം. ചില ആളിങ്ങനെ നോക്കും പോണെന്നുള്ളത്. സത്യത്തില് അതായത് ഞാനത് പഠിച്ചിട്ട് പോവാണ്, പറഞ്ഞു മനസ്സിലായ. പിന്നെ വീട്ടിൽ ഡബ് ചെയ്യാൻ വരുമ്പോഴും ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്ത് പലരും നോക്കി ചില സാധനങ്ങള് നമ്മള് പറയുമ്പോ ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഡബ് ചെയ്യുമ്പോ ചിലപ്പോ തെറ്റിപ്പോകും. അങ്ങനെ കാരണം ഇതൊക്കെ പഠിച്ചു വന്നാലും നമ്മള് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അക്ഷരങ്ങള് ഇത് വ്യത്യാസങ്ങൾ. ഞാൻ ആക്ച്വലി പിള്ളേർക്ക് ഞാൻ ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചുമ്മാ. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ആരാണോ ചെയ്യണ അവർക്ക്
സമ്മാനം ഉണ്ട് ഇല്ലേ? ഉണ്ട് കേട്ടോ. ഓക്കെ, നവരസങ്ങളാണ്. ഓക്കെ, നവരസങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര രസമുണ്ട് ഞാൻ പറയട്ടെ. നവരസങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര രസമുണ്ട് പറഞ്ഞേ. 4 രസങ്ങളാണ്. അല്ല രസമാണോന്ന് ചോദിച്ചാൽ നമ്മള് ഭക്ഷണത്തിൽ കഴിക്കുന്ന രസം. നവരസങ്ങൾ, നവ എന്ന് പറഞ്ഞാൽ എത്രയാ? അവ എന്തുറ്റാ? അയ്യോ, നവ എന്ന് പറഞ്ഞാൽ 9 രസങ്ങളുണ്ട്. ഓക്കെ, അത് ഞാൻ വായിക്കുമ്പോ അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. നോക്കട്ടെ. ശൃംഗാരം, നമ്മളിങ്ങനെ നമുക്ക് പെട്ടെന്നൊരു പ്രണയമുള്ള ഒരാളൊക്കെ കാണുമ്പോ നമ്മളിങ്ങനെ ഒരു ശൃംഗാരം വരും നമ്മുടെ മുഖത്ത്. അതെങ്ങനെയാ? അതൊന്നും മിണ്ടണ്ടിപ്പോ വേറെ ശൃംഗാരൊക്കെ അഭിനയിക്കണ്ടേ? അച്ഛനെ കാണുമ്പോ അമ്മയുടെ എക്സ്പ്രഷൻ, അതാണ് അമ്മയുടെ എക്സ്പ്രഷൻ. അച്ഛനെ കാണുമ്പോ അമ്മയുടെ എക്സ്പ്രഷൻ അച്ഛൻ ഇങ്ങനെ വരുമ്പോ അമ്മയ്ക്കൊരു എക്സ്പ്രഷനിൽ ഇങ്ങനെ ചിരിച്ച് അങ്ങനൊന്നും ഇല്ലേ? അങ്ങനൊന്നും ഉണ്ടാവാറില്ല. ഇല്ലാത്ത തൊട പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു എക്സ്പ്രഷൻ ഇല്ല. പിന്നെ പ്രേമിക്കണ എന്താ ചോദിച്ചത്? ആ ചോദിച്ചത് എനിക്കുണ്ടോന്നാ? പിന്നെ പറയാം. അല്ല, കറക്റ്റ് ശൃംഗാരം അവൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് അർത്ഥം അറിയണം. അതെ, അങ്ങനെയല്ല. അപ്പൊ ഞാൻ വേറെ തരാം. ഇതൊരു ടാസ്ക് ആണ്. പറയും ഒരു ടാസ്ക് എന്ന് പറയുമ്പോ നമുക്ക് ശരിക്കും അത് കിട്ടണം. നമ്മൾ മനസ്സിട്ട് ചെയ്യണം. എനിക്ക് മനസ്സിൽ ഞാൻ ചെയ്യില്ല. അതെ, മനസ്സിലായില്ല അവൾക്ക്. അതാണ് സംഭവം. അതെ, നവരസം എന്ന് പറഞ്ഞപ്പോ തന്നെ അവൾക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. നവരസം 9 രസം. നമ്മുടെ ജഗതി മറ്റേ ഉദയനാട് താരത്തില് ചേട്ടാ ശൃംഗാരം പഠിച്ചു. ഇനി ഞാൻ ഒരു വെട്ടിലൊക്കെ വേണ്ടി ചെയ്തല്ലേ. അവർക്ക് മനസ്സിലാവുന്നു. നന്നായിണ്ട്. അടുത്തത് ഹാസ്യം. ഇതല്ല, അതിന് ചുണ്ടിങ്ങനെ ആക്കണെന്തിനാ? എങ്ങനെ ഇപ്പൊ ചേട്ടൻ കാണിച്ചത് എങ്ങനെയാ? കോപം കാണിക്കണം. അടുത്തത് വീരം. ആ സാധനം ദേഷ്യം അല്ലല്ല, വീരം. ശക്തി. അത് ആ എക്സ്പ്രഷൻ കാണിക്കേ. ഒരു സൗണ്ട് വന്നില്ലേ? ആ എക്സ്പ്രഷൻ കാണിക്കും മുത്തശ്ശന്റെ. അത് നോക്കട്ടെ, ഇങ്ങനെ കാണിച്ചു നോക്കട്ടെ. പിള്ളേർക്ക്. അടുത്തത് അത്ഭുതം. കണ്ണും വായും മാത്രം കറക്റ്റ്. എന്ത് കാണുമ്പോൾ അത്ഭുതപ്പെടുക ശരിക്കും ജീവിതത്തില്? ശരിക്കും കുഴിമന്തി കാണുമ്പോ കേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. നോക്കട്ടെ, ഞെട്ടത്തെ കാണിക്കട്ടെ. ഞാൻ നമ്മ പറയൂ പറയുമെന്ന് സംശയമുണ്ട്. ഞങ്ങൾ ഇപ്പൊ കാണണല്ലേ ഉള്ളൂ. നോണ പറയൂല ഞങ്ങൾക്കറിയില്ല. കണ്ണെടുത്ത് വിശ്വസിക്കാമല്ലോ എന്നെ. അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ലോകത്ത് പിള്ളേരെ പറയണത്. ഇന്ന് കുഴിമന്തി കഴിച്ചോ? കുഴിമന്തി കഴിച്ചില്ല. അപ്പൊ വേറെ എന്തെങ്കിലും വാങ്ങിത്തരാം. ഇവൾക്ക് മരിച്ചു പോകുന്ന പേടിയാ. കുഴിമന്തി പേപ്പറിൽ മരിച്ചു പോകുന്ന പേടി എന്തിന്? അല്ല, ഈ അടുത്ത് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഓ, അതുകൊണ്ടാ. രൗദ്രം. കഞ്ചെടുക്ക്. രൗദ്രം അതുകൊണ്ട് ഞാൻ കാണിച്ചില്ലേ. അങ്ങനെ നാഗവല്ലി. ആ നാഗവല്ലി.
ഓക്കെ ഓക്കെ നാഗോലി ഡയലോഗ് പറഞ്ഞ നോക്കട്ടെ. വിടമാട്ടെ. ആ മതി അങ്ങോട്ട് മാത്രം വിടമാട്ടെ പറഞ്ഞു. വിടമാട്ടെ പറഞ്ഞേ. വിടമാട്ടെ. ഇങ്ങനെ പറഞ്ഞ ആര് വിട്ടു? വിടമാട്ടെ. വിടമാട്ടെ. അയോഗ്യനായേ. അതൊന്നും എനിക്ക് പറയാം. ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞല്ലോ അതൊന്നും എനിക്ക് പറ്റില്ല, അപ്പൊ ഒന്ന് പോയേ. അങ്ങനെയാ ചെയ്യാ. അപ്പൊ അങ്ങനെ ഒന്നും പറ്റൂല, എനിക്ക് പറ്റില്ല അപ്പാന്ന് പറഞ്ഞിട്ട് എന്താ അപ്പ ചെയ്യാ? അല്ല അടുത്ത ചെയ്തോളൂ. ആണോ? കാരണം നമുക്ക് ഞാൻ അവനെ വിളിക്കാൻ പറയും, അപ്പൊ തന്നെ ഞാൻ ഓടിക്കേറി പറയും. ഇവളുടെ റോൾ അവൾക്ക് കൊടുക്കാൻ പോകും. ഇവളുടെ റോൾ അവൾക്ക് കൊടുക്കാന്ന് പറയുമ്പോ റെഡി. അതെന്താ? അപ്പൊ ചേച്ചി നന്നായി ചെയ്യെങ്കിൽ ചേച്ചിക്ക് കൊടുത്തൂടെ? അല്ല, ഞങ്ങൾക്ക് വാശിയ, ഞങ്ങൾക്ക് തന്നെ വേണം, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ ചെയ്യില്ല, പക്ഷെ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഓ, നമ്മൾ ചെയ്യൂല ചെയ്യിക്കില്ല. അത് അപ്പയ്ക്ക് നന്നായിട്ട് അറിയാം. അതെ. അതല്ല, ഇപ്പൊ മോളുടെ റോള് ചേച്ചി ചെയ്ത എന്താ പ്രശ്നം? എന്താ ദേഷ്യം വരും? എന്താ ദേഷ്യം വരുന്നേ? അപ്പൊ പകുതി പോലെ ഒരാള് വിട്ടുപോയി. ആ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരാ ഏറ്റവും നല്ല ആക്ടർ എന്ന് നിങ്ങൾക്ക് തോന്നണേ? അതിനെപ്പോഴും വിളിക്കാറില്ലേ? ഞങ്ങളുടെ ആക്ടറിനെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് ആക്ട് കാണിച്ചു തന്നെ അപ്പയാണ്. അപ്പനാദ്യം സോപ്പിട്ട് അല്ല, അപ്പൻ കാണിച്ചു തരുമ്പോ അതുപോലെ ചെയ്യണം. അതുപോലെ ചെയ്യുമ്പോ ഞങ്ങൾക്കാണ് അപ്പനാണോ ആക്ട്? അപ്പൻ ഓൾറെഡി നല്ല ആക്ടറാ, നമുക്കറിയാം. അപ്പന് മുത്തശ്ശിലൊക്കെ നല്ല ആക്ടേഴ്സാ. നല്ല ആക്ടറിന് അപ്പ പറയും. ആ, അപ്പ പറയും. അപ്പനോട് അപ്പ പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? വരും. വരും. മത്തങ്ങ കുമ്പളങ്ങ പറയട്ടെ, ഞാൻ ഒന്ന് ഇട്ടോട്ടെ, നറുക്കിട്ടോട്ടെ രണ്ടുപേരും. അപ്പൊ രണ്ടിരിക്കല്ലോ, നീ ഒന്നും പറയണില്ല. ബുദ്ധിയുള്ള കൊച്ചിനോട് പറഞ്ഞാൽ മനസ്സിലാവും. ഒരാള് പറ്റുള്ളൂ. അതായത് ഇതെന്റെ ഒരു കൈ വരല. അതല്ല ഇതിനകത്ത് എന്ന് വെച്ചാല് ഇത് നീ ഇതിനകത്ത് ഏതാ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയും? ഇത് പറയും. അപ്പൊ ഈ വരൽ എന്ത് ചെയ്യും? ഈ വരല് വേറെ ആൾക്ക് കൊടുത്തോളൂ. അതല്ലേ കൊടുത്തേ? അയ്യോ, ഇത് മുറിച്ച് കളഞ്ഞോളൂ. അത് പറ്റൂല. എന്റെ വേളങ്ങളിൽ നിന്റെ മുറിച്ചോളൂ. എഴുതാനുള്ള കഥകൾ എഴുതാനുള്ള അല്ലല്ല, ഇവർ രണ്ടുപേരും നല്ല ആക്ടേഴ്സ് ആണ്. അല്ലെന്ന് 1 2 3 4 5 6 7 8 9 10 ഓക്കെ, രണ്ടുപേരും നല്ല പിള്ളേരാണ്. സമാധാനായോ? സമാധാനായില്ല. എന്നോട് പറഞ്ഞു വിടോ? ഇപ്പൊ ആക്ച്വലി ഇത്രയും നേരം ഫണ്ണായിട്ട് സംസാരിച്ച് എനിക്ക് ഭയങ്കര ഒരു ജെല്ലായി നിങ്ങളായിട്ട് പിള്ളേർ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോണ്ടന്റ് അത്ര നല്ല ഫണ്ണി ആയിട്ട് വരണമെന്ന് എനിക്ക് തോന്നണേ.